എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ ഫ്രാൻസിലെ ഏറ്റവും ഐക്കോണിക് ആയ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ലസിറ്റോ ദുവാങ് മ്യൂസിയം. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ആർക്കിടെക്ചർ ഭയങ്കര യുണീക്കാണ്. ഫ്ലോ ചെയ്യുന്ന വൈൻ്റെ മൂവ്മെന്റ് പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബിൽഡിംഗ്, ഗ്ലാസ് റിഫ്ലക്ഷൻസും കർവ്ഡ് സ്ട്രക്ചേഴ്സും ഒക്കെ ചേർന്ന് ഒരു മോഡേൺ ആർട്ട് മ്യൂസിയം പോലെ ഫീൽ ചെയ്യും. അകത്ത് കയറുന്ന മൊമെന്റ് മുതൽ തന്നെ മനസ്സിലാകും ഇത് പഴയ രീതിയിലുള്ള മ്യൂസിയം അല്ലെന്ന്. കൗണ്ടറിൽ നിന്ന് അവർ നമുക്ക് ഇയർഫോൺസ് പോലുള്ള സ്മാർട്ട് ഓഡിയോ ഗൈഡ് ഡിവൈസ് തരുന്നുണ്ട്. നമ്മൾ ഏത് സെഷനിൽ പോകുന്നുവോ അവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റോറീസ്, എക്സ്പ്ലനേഷൻസ്, സൗണ്ട് എല്ലാം പ്ലേ ചെയ്യും. അതുകൊണ്ട് ഓരോ എക്സിബിറ്റും നോക്കുമ്പോൾ ഒരാൾ പേഴ്സണലി നമ്മളെ ഗൈഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. മ്യൂസിയം മുഴുവൻ ഇന്ററാക്റ്റീവ് സ്ക്രീൻസ്, പ്രൊജക്ഷൻസ്, ടച്ച് പാനൽസ്, സൗണ്ട് എഫക്ട്സ്, ഡിജിറ്റൽ വാൾസ്, സെൻസറി ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഫുൾ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചില പ്ലേസിൽ നമ്മൾ സ്ക്രീൻ ടച്ച് ചെയ്താൽ ഡിഫറെന്റ് വൈൻ റീജിയൻസ് എക്സ്പ്ലോർ ചെയ്യാം. ഹോണസ്റ്റ്ലി ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ ഫീൽ ചെയ്തില്ല, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോലെ ആയിരുന്നു. വൈൻ്റെ ഹിസ്റ്ററി ആക്ച്വലി മനുഷ്യരുടെ ഹിസ്റ്ററിയോട് തന്നെ കണക്റ്റഡ് ആണ്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുമ്പ് ഈജിപ്ഷ്യൻസ്, ഗ്രീക്സ്, റോമൻസ് ഇവർ വൈൻ ഉപയോഗിച്ചിരുന്നു. സെലിബ്രേഷൻസിനും റിച്വൽസിനും ഡെയിലി ലൈഫിനും വരെ വൈൻ പാർട്ടായിരുന്നു. പക്ഷെ ഫ്രാൻസിൽ വൈൻ കൾച്ചർ ശക്തമായി ഡെവലപ്പ് ചെയ്തത് റോമൻസ് കാലത്താണ്. അവർ വൈൻയാർഡ്സ് എക്സ്പാൻഡ് ചെയ്തു, ഗ്രേപ്പ് കൾട്ടിവേഷൻ ടെക്നിക്സ് ഇംപ്രൂവ് ചെയ്തു. അങ്ങനെ സ്ലോലി യൂറോപ്പ് മുഴുവൻ വൈൻ കൾച്ചർ സ്പ്രെഡായി. ഇന്ന് ലോകത്ത് ഒഫീഷ്യലി 10,000-ലധികം ഗ്രേപ്പ് വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ വൈൻ മേക്കിങ്ങിന് സ്ഥിരമായി യൂസ് ചെയ്യുന്നത് കുറച്ച് 100 വെറൈറ്റീസ് മാത്രമാണ്. ഓരോ ഗ്രേപ്സിനും സ്വന്തം ക്യാരക്ടർ ഉണ്ട്. സം ആർ സ്ട്രോങ് ആൻഡ് ബോൾഡ്, സം ആർ സോഫ്റ്റ് ആൻഡ് ഫ്രൂട്ടി, സം ഏജ് ബ്യൂട്ടിഫുള്ളി ഓവർ ടൈം. ആക്ച്വലി വൈൻ മേക്കേഴ്സ് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഉണ്ട്, ടേവാ. അതായത് വൈൻ്റെ ടേസ്റ്റ് ഗ്രേപ്സ് കൊണ്ട് മാത്രം തീരുമാനിക്കപ്പെടുന്നില്ല. ആ ഭൂമിയുടെ സോയിൽ, ക്ലൈമറ്റ്, റെയിൻ, സൺലൈറ്റ്, എയർ, ആ സ്ഥലത്തിന്റെ സോള് വരെ വൈനിൽ റിഫ്ലക്ട് ചെയ്യും എന്നൊരു ഐഡിയ. അതുകൊണ്ടാണ് സെയിം ഗ്രേപ്പ് ഡിഫറെന്റ് കൺട്രീസിൽ വളർത്തിയാലും ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആവുന്നത്. മ്യൂസിയത്തിൽ വൈൻയാർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സ് വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിന്റർ പ്രൂണിംഗ് മുതൽ ഹാർവസ്റ്റ് വരെ. ഒരു ബോട്ടിൽ വൈൻ്റെ പിന്നിൽ എത്ര പേഷ്യൻസും ഹാർഡ് വർക്കും ഉണ്ടെന്ന് അവിടെ മനസ്സിലാക്കാം. ബിക്കോസ് വൈൻ ഈസ് സ്ലോ, വെരി സ്ലോ. ഇന്നത്തെ ലോകം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ട് നിറഞ്ഞതാണ്. ഇൻസ്റ്റന്റ് ഫുഡ്, ഇൻസ്റ്റന്റ് ഫെയിം, ഇൻസ്റ്റന്റ് എന്റർടൈൻമെന്റ്. പക്ഷെ വൈൻ മേക്കിംഗ് നമ്മളെ ഓപ്പോസിറ്റ് ആയ ഒരു ലെസൺ പഠിപ്പിക്കും. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. ഒരു ഗ്രേറ്റ് വൈൻ ഉണ്ടാക്കാൻ ഇയേഴ്സ് വേണ്ടി വരും, സംടൈംസ് ഡെക്കേഡ്സ്. മ്യൂസിയത്തിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു, ഹൗ ബോർഡോ ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വൈൻ സിറ്റീസ് ഇൻ ദ വേൾഡ് എന്നത്. പഴയകാലത്ത് ബോർഡോ വലിയ ട്രേഡിംഗ് പോർട്ട് ആയിരുന്നു. ഷിപ്സ് ഇവിടെ നിന്ന് ഇംഗ്ലണ്ട് അടക്കം ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും വൈൻ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയുടെ വെൽത്ത്, ആർക്കിടെക്ചർ, കൾച്ചർ എല്ലാം വൈൻ ഇൻഡസ്ട്രിയോട് ഡീപ്ലി കണക്റ്റഡ് ആണ്. ആക്ച്വലി ബോർഡോ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ പോലും അത് ഫീൽ ചെയ്യും. ഓൾഡ് ബിൽഡിംഗ്സ്, കഫേസ്, റിവർ സൈഡ് അറ്റ്മോസ്ഫിയർ, വൈൻ ഷോപ്സ്, എവറിത്തിങ് ഫീൽ ടൈംലെസ്. മ്യൂസിയത്തിൽ ഒരു പോയിന്റിൽ അവർ പറയുന്നുണ്ടായിരുന്നു, വൈൻ ഈസ് മെമ്മറി. അതെനിക്ക് പേഴ്സണലി വളരെ ബ്യൂട്ടിഫുൾ ആയി തോന്നി. കാരണം വൈൻ പലർക്കും ആൽക്കഹോൾ മാത്രമല്ല, ഒരു സെലിബ്രേഷൻ ആണ്, ഒരു ഡിന്നർ ടേബിൾ കോൺവെർസേഷൻ ആണ്, ഒരു ലവ് സ്റ്റോറി ആണ്, ഒരു ഫാമിലി മൊമെന്റ് ആണ്. സ്മെൽസ് ആൻഡ് ടേസ്റ്റ് ക്യാൻ ക്യാരി മെമ്മറീസ്. അതുകൊണ്ടാകാം ചില വൈൻസ് ആളുകൾ ഇയേഴ്സ് കഴിഞ്ഞിട്ടും ട്രഷർ ചെയ്യുന്നത്. ആൻഡ് ഹോണസ്റ്റ്ലി ഈ മ്യൂസിയം വിസിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഫ്രഞ്ച് പീപ്പിൾ അവരുടെ കൾച്ചറിനെ എത്ര ഡീപ്ലി വാല്യൂ ചെയ്യുന്നു എന്നതാണ്. അവർ ഹിസ്റ്ററി പ്രിസർവ് ചെയ്യുന്നത് ബുക്സിൽ മാത്രമല്ല, ആർക്കിടെക്ചറിൽ, ഫുഡിൽ, ആർട്ടിൽ, വൈനിൽ, ഡെയിലി ലൈഫിൽ തന്നെയാണ്. മേ ബി ദാറ്റ്സ് വൈ യൂറോപ്പ് ഫീൽസ് ഡിഫറെന്റ് സംടൈംസ്. ദ പാസ്റ്റ് ഈസ് സ്റ്റിൽ അലൈവ് ഹിയർ. തീർച്ചയായും വൈൻ എന്നത് ആൽക്കഹോൾ തന്നെയാണ്. അധികമായി ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഹെൽത്തിന് നല്ലതല്ല, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഫ്രഞ്ച് കൾച്ചറിൽ വൈനെ അവർ കാണുന്നത് ലഹരിയായി മാത്രമല്ല എന്നതാണ്. അവർക്കതൊരു കൾച്ചറാണ്, ഒരു മീലിന്റെ ഭാഗമാണ്, ഒരു കോൺവെർസേഷന്റെ ഭാഗമാണ്, ഫാമിലി ഗ്യാതറിംഗ്സിന്റെയും സെലിബ്രേഷൻസിന്റെയും ഭാഗമാണ്. ചിലർ ഒരു ഗ്ലാസ് വൈൻ സ്ലോലി എൻജോയ് ചെയ്ത് മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും. അവിടെ ഫോക്കസ് ഡ്രിങ്കിൽ മാത്രമല്ല, ആ മൊമെന്റിലാണ്. ആക്ച്വലി ലൈഫ് തന്നെ അങ്ങനെയല്ലേ? ഈ ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ബാലൻസ് ഇല്ലാതെ പോയാൽ ഡേഞ്ചറസ് ആകാം. ഫുഡ്, മണി, പവർ, സോഷ്യൽ മീഡിയ, വർക്ക്, ഈവൻ ഫ്രീഡം. ഒരു കാര്യം നല്ലതോ മോശമോ ആകുന്നത് പലപ്പോഴും അതിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. സെൽഫ് കൺട്രോൾ ഇല്ലാത്തപ്പോൾ നല്ല കാര്യങ്ങളും സ്ലോലി പോയിസൺ ആയി മാറാം. പക്ഷെ അവയർനെസ്സും ബാലൻസും ഉണ്ടെങ്കിൽ മനുഷ്യർക്ക് ജീവിതം എൻജോയ് ചെയ്യാനും അറിയാം. എനിക്ക് പേഴ്സണലി തോന്നുന്നത് വിസ്ഡം എന്നത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതിലല്ല, ഏത് കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിലാണ്. എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, എപ്പോൾ കൺട്രോൾ ചെയ്യണം, എപ്പോൾ എൻജോയ് ചെയ്യണം, എപ്പോൾ വാക്ക് അവേ ചെയ്യണം, അത് അറിയുന്നിടത്താണ് റിയൽ മെച്യൂരിറ്റി. അതുകൊണ്ട് ഈ മ്യൂസിയം വിസിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വൈനിനെ കുറിച്ച് മാത്രമല്ല ജീവിതത്തെക്കുറിച്ചും കുറച്ച് ചിന്തിച്ചു. ചില കാര്യങ്ങൾ വേഗത്തിൽ കിട്ടാം, പക്ഷെ വിലപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും സമയമെടുത്താണ് രൂപപ്പെടുന്നത്. ഒരു നല്ല വൈൻ പോലെ, ഒരു നല്ല സൗഹൃദം, ഒരു നല്ല ബന്ധം, ഒരു നല്ല കരിയർ, ഒരു നല്ല മനുഷ്യൻ, ഇവയൊന്നും ഒരു രാത്രി കൊണ്ടുണ്ടാകുന്നില്ല. സമയം വേണം, ക്ഷമ വേണം, കൺസിസ്റ്റൻസി വേണം. അങ്ങനെ ഒരു തോട്ടിനോട് കൂടി ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.